കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ അട്ടിമറിക്ക് BJP ഒരുങ്ങുന്നതായി സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. MLA മാർ ഉൾപ്പെടെ 22 പേരെ അടർത്തിയെടുക്കാനാണ് BJP നീക്കമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു അട്ടിമറി നീക്കത്തിന് ഓപ്പറേഷൻ നീലത്താമര എന്നാണ് പേരിട്ടിരിക്കുന്നത്. RSSന് ഏറ്റവും കൂടുതൽ ഘടകങ്ങളുള്ളതും രാജ്യത്ത് കൂടുതൽ സംഘപരിവാർ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടതും കേരളത്തിലായതിനാൽ ദൈവത്തിന്റെ ഈ സ്വന്തം നാട് RSS ദേശീയ നേതൃത്വത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. അടുത്തത് കേരളമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തുറന്നു പറഞ്ഞതും RSS നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞാണ്. പ്രധാനമന്ത്രിയുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്ക് ശേഷമാണ് സംസ്ഥാന ഇന്റലിജൻസ് ഇത്തരമൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ജനകീയരായ നേതാക്കൾ ഇല്ലാത്ത ദൗർബല്യം പരിഹരിക്കാൻ മറ്റു പാർട്ടികളിലെ നേതാക്കളെ BJP ലക്ഷ്യമിട്ടു എന്ന വാർത്തകൾ മുൻപ് പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധമായി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത് ഇതാദ്യമാണ്. വ്യക്തമായ സൂചനയുടെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടായി തന്നെ ഇതിനെ നാം വിലയിരുത്തേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഇതിനകം തന്നെ BJP കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 4 സീറ്റുകളാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും 2 സീറ്റുകളിലാണ് അവർ വിജയപ്രതീക്ഷ പുലർത്തുന്നത്. അതിൽ ഒന്ന് തിരുവനന്തപുരത്തേതും മറ്റേത് തൃശ്ശൂരുമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞാൽ കൂടുതൽ UDF നേതാക്കൾ BJPയിൽ എത്തുമെന്നാണ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇതിനു പുറമെ വിവിധ ഹൈന്ദവ സംഘടനകളെ ഒപ്പം നിർത്തി ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്നതും BJP തീവ്രമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇത് സംബന്ധമായ ചർച്ചകളിൽ കേന്ദ്രമന്ത്രിമാർ തന്നെ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗ് പിളരുമെന്നും ഇതിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തെത്തുമെന്നുമാണ് BJP കണക്കുകൂട്ടുന്നത്. അത്തരമൊരു നീക്കം ഒരു വിഭാഗം ഹൈന്ദവ വോട്ടുകൾ BJPക്ക് അനുകൂലമായി തിരിയാൻ വഴിയൊരുക്കുമെന്നാണ് BJP നേതാക്കളുടെ അവകാശവാദം. ഇത്തരമൊരു കണക്കുകൂട്ടലാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പിണറായിക്ക് ശേഷം CPM ആരെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുക എന്ന ചോദ്യവും അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. VSനും പിണറായിക്ക് ശേഷം നയിക്കാൻ ജനകീയ പിന്തുണയുള്ള ഏത് നേതാവ് CPMനുണ്ട് എന്ന ചോദ്യം സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ BJPയും UDFും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേതാവല്ല, പ്രത്യയശാസ്ത്രമാണ് തങ്ങളെ നയിക്കുന്നതെന്ന മറുപടിയാണ് ഇതിന് CPM അണികളും നൽകി വരുന്നത്. CPMനെ സംബന്ധിച്ച് മറ്റ് പാർട്ടികളിലെ പോലെ വ്യക്തികൾ ഒരു ഘടകമല്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അതേസമയം സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം അന്യമായ ഒരു തലമുറ ആധിപത്യം പുലർത്തുമ്പോൾ ഉയർത്തിക്കാട്ടാൻ ജനകീയനായ ഒരു നേതാവ് ഏത് മുന്നണിയെ സംബന്ധിച്ചും അനിവാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാകും. കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റിൽ നിന്ന് 15 സീറ്റുകൾ വരെ ആ നേട്ടം ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. മതന്യൂനപക്ഷങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന കേരളത്തിൽ ഏക സിവിൽ കോഡ് വിഷയം CAA വിഷയം പോലെ തന്നെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമുണ്ടാക്കുമെന്നാണ് ഇടതു ബുദ്ധിജീവികളും ചൂണ്ടിക്കാട്ടുന്നത്. അതിരുകടന്ന ആത്മവിശ്വാസത്തിനായി ഇതിനെ വിലയിരുത്താൻ കഴിയില്ലെങ്കിലും CPMനും പിണറായി സർക്കാരും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട്. സൈബർ ഇടങ്ങളിലും കുത്തക മാധ്യമ മേഖലകളിലും ഇടതുപക്ഷ വിരുദ്ധർക്കാണ് മേധാവിത്വമുള്ളത്. ഒരു ഭാഗത്ത് CPM ആണെങ്കിൽ മറുഭാഗത്ത് പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് UDF MLA മാർ ഉൾപ്പെടെ ഉള്ള സംഘം BJPയിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ലാത്തതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുതന്നെയാണ് യാഥാർത്ഥ്യവും.